ആകാശവാണി വാർത്താ വീക്ഷണം. അസർബൈജാൻ അർമേനിയ സംഘർഷം വൻ ശക്തികളുടെ നിഴൽ യുദ്ധമോ? തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള രക്തരൂക്ഷിത യുദ്ധം കഴിഞ്ഞയാഴ്ച അവസാനിച്ചു. ഒരു വേള ലോക സമൂഹം ആശ്വസിച്ചു. കാരണം ഒഴിഞ്ഞുമാറിയത് ഒരു ലോക മഹായുദ്ധ ഭീതിയായിരുന്നു. ഇസ്ലാമിക ഭൂരിപക്ഷ അസർബൈജാന് സർവ്വസഹായവും ചെയ്ത തുർക്കിയും ക്രൈസ്തവ റിപ്പബ്ലിക്കായ അർമേനിയയെ പിന്തുണച്ച് റഷ്യയും അണിനിരന്നപ്പോൾ അതിർത്തി തർക്കങ്ങൾക്കപ്പുറം മതവും വംശീയതയും രാഷ്ട്രീയവും കൂടിക്കലർന്ന് പോരാട്ടം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരുമോ എന്ന് ലോകം ഭയന്നു. ചെറിയ രാജ്യങ്ങളിൽ ഉടലെടുത്ത പ്രശ്നങ്ങളാണ് മുൻപ് ലോകയുദ്ധങ്ങളായി മാറിയതെന്ന അനുഭവ പാഠം ഒരു വേള മറക്കാൻ കഴിയുന്നതല്ല. നഗർനോ കരാബാഗ് പ്രദേശത്തെ ചൊല്ലിയാണ് അസർബൈജാനും അർമേനിയയും 1.5 മാസത്തോളം പോരാട്ടം നടത്തിയത്. പോർവിമാനങ്ങളും ടാങ്കുകളും രാപ്പകൽ വർഷിച്ച വെടിയുണ്ടകളേറ്റ് സൈനികർ മാത്രമല്ല സാധാരണ പൗരന്മാരും മരിച്ചു വീണു. ഒടുവിൽ റഷ്യയുടെ മധ്യസ്ഥ ശ്രമത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചു. മാനുഷിക പരിഗണന മുൻനിർത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്ന റഷ്യയുടെ നിർദ്ദേശം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. കൂടാതെ സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളും ഇരു രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. സന്ധിയുടെ ഭാഗമായി മേഖലയിൽ 2000-ഓളം റഷ്യൻ സമാധാന സേനയെ നിയോഗിക്കാനും ധാരണയായി. ഈ വർഷം ജൂലൈയിലുണ്ടായ പ്രശ്നങ്ങളാണ് യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. അർമേനിയൻ വിമതർ സ്വന്തമാക്കിയിരുന്ന നഗർനോ കരാബാഖിലെ ചില പ്രദേശങ്ങൾ അസർബൈജാൻ സൈന്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതോടെയാണ് കുറച്ചുകാലമായി ശാന്തമായിരുന്ന മേഖല പെട്ടെന്ന് ചോരക്കളമായി മാറിയത്. ഈ ആക്രമണത്തിൽ അസർബൈജാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനൊടുവിൽ സെപ്റ്റംബർ 27-ന് അസർബൈജാൻ അർമേനിയയോട് യുദ്ധം പ്രഖ്യാപിച്ചു. അർമേനിയയും ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇരുപക്ഷത്തും 100 കണക്കിന് ആളുകൾ മരിച്ചു വീണു. യുദ്ധം വൻ നാശനഷ്ടമാണ് നഗർനോ കരാബാഗ് മേഖലയിൽ സൃഷ്ടിച്ചത്. ഇരു രാജ്യങ്ങളും പവിത്രമായി കരുതുന്ന ഷുഷി നഗരത്തിലായിരുന്നു പോരാട്ടം കനത്തത്. 1.5 മാസം നീണ്ട യുദ്ധത്തിൽ 2 രാജ്യങ്ങളിലുമായി 5000-ലേറെ പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ ഇടപെട്ട് നടപ്പിലാക്കിയ സമാധാന കരാറിൽ അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷ്നിയാൻ പാതി മനസ്സോടെയാണ് ഒപ്പിട്ടത്. നിലവിലെ സാഹചര്യത്തിൽ അർമേനിയയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ പരാജയം സമ്മതിക്കലാണ്. കരാർ പ്രകാരം അസർബൈജാൻ കടന്നുകയറിയ പ്രദേശമെല്ലാം അവർക്ക് സ്വന്തമായി. കൂടാതെ അർമേനിയൻ സൈന്യം സ്വാധീനമുറപ്പിച്ച 2 ജില്ലകൾ അസർബൈജാന് തിരികെ കൊടുക്കേണ്ടിയും വന്നു. പ്രധാന നഗരമായ ഷുഷിയുടെ നിയന്ത്രണം ലഭിച്ചതിലൂടെ കരാർ അസർബൈജാന് നേട്ടമെന്നാണ് വിലയിരുത്തൽ. ഷുഷി നഗരത്തോട് എന്നും വൈകാരിക ബന്ധമാണ് അസറിയൻ ജനതയ്ക്കുള്ളത്. പ്രധാന ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന ഷുഷിയുടെ സ്വാതന്ത്ര്യം എഴുതപ്പെട്ടതാണെന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹം അലിയേവ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതുമായിരുന്നു. കരാർ പ്രകാരം അർമേനിയയ്ക്ക് ലഭിച്ചത് ഒരേ ഒരു നേട്ടം മാത്രം. അർമേനിയയിൽ നിന്ന് നഗർനോ കരാബാഖിലേക്കുള്ള സുപ്രധാന പാതയായ ലാച്ചിൻ ഇടനാഴി സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നത് മാത്രം. ഏറ്റവും വലിയ നഷ്ടം ഷുഷി നഗരം കൈവിട്ടുപോയതാണ്. ഷുഷിയിലെ ഗസാൻ ചെറ്റ്സോട്ട് പള്ളി അർമേനിയക്കാർക്ക് വിശുദ്ധമാണ്. അർമേനിയൻ അപ്പോസ്തലിക്ക സഭയുടെ പുരാതനവും വലുതുമായ പള്ളികളിലൊന്നായിരുന്നു ഗസാൻ ചെറ്റ്സോട്ട് ആരാധനാലയം. അതേസമയം ശത്രുരാജ്യത്തിന് മുന്നിൽ കീഴടങ്ങിയെന്നാരോപിച്ച് അർമേനിയൻ തലസ്ഥാനമായ എരവാനിൽ പ്രതിഷേധക്കാർ ഭരണസിരാകേന്ദ്രം വളഞ്ഞു. ഇഷ്ടമില്ലാത്ത കരാറിൽ ഒപ്പുവയ്ക്കാൻ നിർബന്ധിതനായി എന്ന് പ്രധാനമന്ത്രി നിക്കോളസ് പഷ്നിയൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് പ്രതിഷേധം. കരാർ വിജയമെന്ന് പ്രഖ്യാപിച്ച് അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ ഭരണകക്ഷി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഇതൊരു ചരിത്ര മുഹൂർത്തമെന്നാണ് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പറഞ്ഞത്. അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാതന്ത്ര്യ സമരമാകുമ്പോൾ അർമേനിയൻ ജനത മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് തങ്ങൾ 2-കിട പൗരന്മാരായി പോകുമെന്ന ഭയമാണ്. ഇപ്പോഴത്തെ സമാധാന കരാറും ഇനി എത്ര നാൾ എന്നതാണ് ചോദ്യം. കാരണം വമ്പന്മാരുടെ നിഴൽയുദ്ധമാണ് അസർബൈജാൻ അർമേനിയ സംഘർഷത്തിന് പിന്നിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു അസർബൈജാനും അർമീനിയയും. 1980-കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അസർബൈജാനും അർമേനിയയും സ്വതന്ത്ര റിപ്പബ്ലിക്കുകളായി. അസർബൈജാൻ റിപ്പബ്ലിക്കിനുള്ളിൽ 1700 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള മലയും നിബിഡ വനങ്ങളും ഉൾപ്പെട്ട പ്രദേശമാണ് നഗർനോ കരാബാഗ്. 1917-ൽ ജോസഫ് സ്റ്റാലിൻ മോസ്കോയിൽ അധികാരമേറ്റപ്പോൾ സ്വതന്ത്രമായ ചില അധികാരമൊക്കെ നഗർനോ കരാബാഗ് പ്രദേശത്തിന് കൊടുത്തിരുന്നു. അർമേനിയൻ വംശജർ കൂടുതലുള്ളതിന്റെ പേരിലായിരുന്നു പരിഗണന. അസർബൈജാൻ അന്നും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും സ്റ്റാലിന്റെ ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ പത്തിമടക്കുകയായിരുന്നു. ദക്ഷിണ യൂറോപ്പും പശ്ചിമേഷ്യയും തമ്മിൽ യോജിക്കുന്ന സ്ഥലത്ത് കാസ്പിയൻ കടൽ, കരിങ്കടൽ എന്നിവയ്ക്കും റഷ്യ, ജോർജിയ, തുർക്കി, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കുമിടയിലാണ് നഗർനോ കരാബാഗ് പ്രദേശം. കൊക്കേഷ്യ അഥവാ കോക്കസസ് എന്നും ഈ പ്രദേശത്തിന് വിളിപ്പേരുണ്ട്.
നഗർനോ കരാബാഗിൽ താമസിക്കുന്ന 1.5 ലക്ഷത്തോളം ജനങ്ങളിൽ 95% അർമേനിയൻ ക്രൈസ്തവ വംശജരാണ്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം നഗർനോ കരാബാഗ് അർമേനിയൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി ചേരാൻ തീരുമാനിച്ചു. ഏതാണ്ട് 3 ദശകങ്ങളായി അർമേനിയൻ വംശജരായ വിമതർ നിയന്ത്രിക്കുന്ന സ്വയംഭരണ പ്രദേശമാണ് നഗർനോ കരാബാഗ്. അസർബൈജാൻ ജില്ലകൾ കൂടി പിടിച്ചടക്കി സ്വയംഭരണ പ്രദേശത്തിന്റെ വ്യാപ്തി അവർ വർദ്ധിപ്പിച്ചു. ഇവിടെയെല്ലാം അർമേനിയൻ വംശജരാണ് ഭൂരിപക്ഷം എന്ന ന്യായമാണ് ഇവർ മുന്നോട്ട് വച്ചത്. ഭരണപ്രദേശത്തിന്റെ വിസ്തൃതി ഇരട്ടിയായപ്പോൾ റിപ്പബ്ലിക്കിന് വിമതർ ആർട്സാക് എന്ന് മറ്റൊരു പേരും നൽകി. ഈ നീക്കങ്ങൾക്കെതിരെ അസർബൈജാൻ യുദ്ധം പ്രഖ്യാപിച്ചു. 1994 റഷ്യ, അമേരിക്ക, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സമിതി ഇടപെട്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ലോകത്ത് ഏറ്റവും പഴക്കമേറിയ അവകാശ തർക്കങ്ങളിൽ ഒന്നാണ് നഗർനോ കരാബാഗ് പ്രശ്നം. അന്താരാഷ്ട്ര നിയമപ്രകാരം നഗർനോ കരാബാഗ് അസർബൈജാന്റെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകരാജ്യങ്ങളിൽ ഭൂരിപക്ഷവും നഗർനോ കരാബാഗ് പ്രദേശം അസർബൈജാന്റെ ഭാഗമായാണ് ഇപ്പോഴും അംഗീകരിക്കുന്നത്. നഗർനോ കരാബാഗിന്റെ ആധിപത്യത്തിനായി അസർബൈജാനും അർമേനിയയും മാത്രമല്ല ശ്രമിക്കുന്നത്. റഷ്യയ്ക്കും തുർക്കിക്കും ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവരുടേതായ ലക്ഷ്യം ഈ പ്രദേശത്തുണ്ട്. മേഖലയിലെ ശക്തി റഷ്യയാണ്. അർമീനിയയിൽ റഷ്യയ്ക്ക് ഒരു സൈനിക താവളമുണ്ട്. അർമേനിയയ്ക്ക് ആധുനികമായ ആയുധബലം റഷ്യ കൊടുക്കുമ്പോഴും അവർ അസർബൈജാനോടുള്ള ചങ്ങാത്തം കാത്തുസൂക്ഷിക്കുന്നു. എന്നാൽ എന്നും ഈ മേഖലയിലെ നിർണായക ശക്തി തുർക്കിയാണ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാൻ ജനതയ്ക്ക് വംശപാരമ്പര്യക്കൂറും തുർക്കിയോടാണ്. അതുകൊണ്ടാണ് ആളും ആയുധങ്ങളുമായി തുർക്കി അസർബൈജാനെ എപ്പോഴും സഹായിക്കാനെത്തുന്നത്. ഓട്ടോമൻ ഭരണകാലം മുതൽ തുടങ്ങിയതാണ് ഈ ധാർമ്മിക പിന്തുണ. ഓട്ടോമൻ ഭരണത്തിൽ അർമേനിയൻ വംശജരെ കൂട്ടക്കൊല നടത്തിയതിന്റെ ദുഷ്പേര് ഇപ്പോഴും തുർക്കിയുടെ മേൽ കരിനിഴലായി ഉണ്ട്. മുൻപെന്ന പോലെ ഇപ്പോൾ നടന്ന യുദ്ധത്തിലും തുർക്കി അസർബൈജാനു വേണ്ടി നേരിട്ടിടപെട്ടു. അസർബൈജാനും തുർക്കിക്കും പിന്തുണയുമായി പാക് സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നതായി സ്ഥിരീകരണമുണ്ട്. തങ്ങളുടെ ആകാശ അതിർത്തിയിൽ തുർക്കി കടന്നുകയറി ആക്രമണം നടത്തിയതായി അർമേനിയൻ പ്രധാനമന്ത്രി പലകുറി ആരോപിച്ചതാണ്. ഈ കടന്നുകയറ്റം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് അസർബൈജാനെതിരെ ആണവാക്രമണം നടത്തുമെന്ന് അർമേനിയ ഭീഷണിപ്പെടുത്തി. അർമേനിയയ്ക്കെതിരെ ഒളിയുദ്ധം നടത്തിയ തുർക്കി പാക് കൂട്ടുകെട്ടിനെതിരെ ശക്തമായ ഭാഷയിൽ റഷ്യ താക്കീതും കൊടുത്തു. മാത്രവുമല്ല, അർമേനിയ സ്വയം പ്രതിരോധിക്കുകയാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയിൽ തുർക്കി അപകടം മണത്തറിയുകയും ചെയ്തു. എന്നിട്ടും പിന്നിൽ നിന്ന് സർവ്വ പിന്തുണയും തുർക്കി അസറിയൻ ഭരണകൂടത്തിനും സൈന്യത്തിനും നൽകിക്കൊണ്ടിരുന്നു. യുദ്ധം അവസാനിച്ചപ്പോൾ തുർക്കി പ്രസിഡന്റ് റിസെപ് തായിപ്പ് എർദോഗൻ എന്റെ അസറിയൻ സഹോദരങ്ങളെ എന്ന് വിളിച്ച് അഭിനന്ദിച്ചതിൽ നിന്നു തന്നെ തുർക്കിയുടെ മനസ്സ് വ്യക്തമാണ്. അസർബൈജാനിൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട അസറികളാണ് കൂടുതലും. വിവിധ രാജ്യങ്ങളിൽ അസറി മുസ്ലിം വംശജരുണ്ടെങ്കിലും ഇറാനിലും തുർക്കിയിലും ശക്തമായ ഭൂരിപക്ഷമാണ് അവർ. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഭീഷണിയും മധ്യസ്ഥ ശ്രമവുമായി ഇറാൻ മുന്നോട്ട് വന്നതിന് പിന്നിലും മതവും വംശീയതയും തന്നെ. യുദ്ധം ശക്തമായപ്പോൾ മിക്ക രാജ്യങ്ങളും ഇടപെട്ടിരുന്നു. പോരാട്ടം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് സാധാരണ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. പോരാട്ടം ശക്തമായ ഘട്ടത്തിൽ അമേരിക്കയും ഇടപെട്ടു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ അസർബൈജാൻ അർമേനിയൻ നേതാക്കളെ വിളിച്ച് ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും തുല്യത പാലിക്കണമെന്ന് അമേരിക്ക പറഞ്ഞപ്പോഴും അസർബൈജാനെ സഹായിക്കുന്ന തുർക്കിയുടെ നിലപാടിനെ ശക്തമായി എതിർത്തു. ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന പോരാട്ടത്തിൽ നിന്ന് 2 രാജ്യങ്ങളും പിന്മാറണമെന്ന് ഇന്ത്യയും ആവശ്യപ്പെട്ടിരുന്നു. ചൈനയും സൗദി അറേബ്യയും തുടങ്ങിയ അനേകം രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നു. നഗർനോ കരാബാഗ് പ്രദേശത്തെ ചൊല്ലി 1990-ലും 2016-ലും 2018-ലും അസർബൈജാനും അർമേനിയയും യുദ്ധം നടത്തിയിട്ടുണ്ട്. 40,000-ഓളം പേർ കൊല്ലപ്പെട്ട ഈ യുദ്ധങ്ങളെ തുടർന്ന് 10 ലക്ഷത്തോളം ജനങ്ങൾ പലായനം ചെയ്തു. മതവും മണ്ണും വംശീയതയുമൊക്കെ കൂടിക്കുഴഞ്ഞ് എക്കാലവും ശത്രുക്കളായി കഴിയാൻ വിധിക്കപ്പെട്ട ഒട്ടേറെ അയൽരാജ്യങ്ങൾ ലോകത്തുണ്ട്. അത്തരത്തിൽ 2 രാജ്യങ്ങളാണ് അസർബൈജാനും അർമേനിയയും. അവർക്കിടയിൽ പകയായി നഗർനോ കരാബാഗ് എന്ന ഇത്തിരി മണ്ണും. ഏതെങ്കിലും ഒരു കരാറിൽ അവസാനിക്കുന്നതാണോ ഇവിടുത്തെ പ്രശ്നം? സാധ്യത കുറവാണെന്നാണ് മേഖലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നവരും അഭിപ്രായപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി മനസ്സിൽ നീറിപ്പുകയുന്ന പകയും വിദ്വേഷവും പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. എരിതീയിൽ എണ്ണയൊഴിക്കാൻ സ്വാർത്ഥ താൽപര്യക്കാരുമുള്ളപ്പോൾ നഗർനോ കരാബാഗ് മേഖലയിൽ ശാശ്വത സമാധാനം സ്വപ്നം മാത്രമായിരിക്കുമോ എന്ന സംശയമാണ് ലോക സമൂഹത്തിന്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അമൃത വൈശാഖ്.